അപ്പോൾ ഒരു 1000 ഫ്ലാറ്റിൽ താമസിക്കാനുള്ള ആളുകൾ ഈ 425 താമസിക്കേണ്ടി ശരിക്കും. സേഫ്റ്റി ടാങ്ക്, ഒറിജിനൽ സേഫ്റ്റി ടാങ്ക് വേസ്റ്റ്. അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് തുറന്നു വിടുക. കക്കൂസ് വേസ്റ്റ് അങ്ങനെ തന്നെ. ഇത് അറുതി വരുത്തണം. ഞങ്ങൾ ഈ സമരം നിസ്സാരമായിക്കാണല്ലോ. ഞങ്ങൾ രണ്ട് കൈയും വിട്ടുള്ള കളിയാ. വർഷം പിടിച്ചിരിക്കുന്നു. വേനക്ക് തുടങ്ങിയ ഞങ്ങളുടെ സമരം വർഷം പിടിച്ചപ്പോൾ ഇത് കൈത്തോടുകളിലേക്കും കിണറിലേക്കും വ്യാപിക്കും. നമസ്കാരം. ഒരു ഫ്ലാറ്റ് സമുച്ചയം ഒരു നാട്ടിലെങ്ങും മാറാ രോഗങ്ങൾ പിടിപെടാൻ കാരണമായിരിക്കുകയാണ്. എറണാകുളം ബ്രഹ്മപുരത്തെ കെന്റ് മഹൽ ഫ്ലാറ്റിൽ നിന്നും ശുചിമറി മാലിന്യങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്നതാണ് ഇതിന് കാരണം. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഈ കഴിഞ്ഞ മഴ പെയ്തതോടുകൂടി വലിയ രീതിയിൽ ശുചിമറി മാലിന്യങ്ങൾ ജനവാസ മേഖലയിലേക്ക് തുറന്നുവിട്ടു. ഇതോടുകൂടി ജനങ്ങൾ വലിയ ദുരിതത്തിലായി. ഇതോടെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തിറങ്ങി. 17 ദിവസമായി ഈ ഫ്ലാറ്റിന് മുമ്പിൽ കുടിൽ കെട്ടി അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇവർ പുറത്തേക്ക് വിടുന്ന ശുചിമറി മാലിന്യങ്ങൾ ബക്കറ്റിൽ കോരിയെടുത്ത് ഈ ഫ്ലാറ്റിന് മുൻവശത്തേക്ക് ഒഴിച്ചും പന്തം കൊളുത്തിയുമൊക്കെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാക്കനാടിന് സമീപമുള്ള ബ്രഹ്മപുരത്തെ കെന്റ് മഹൽ ഫ്ലാറ്റിലെ മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകളാണ് ഒരു കൂട്ടം പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്. 2017 മുതൽ തന്നെ ഈ പ്രദേശത്ത് പ്രതിഷേധങ്ങൾ ശക്തമാണ്. 2018 നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ജില്ലാ ശുചിത്വ മിഷൻ ഇവിടെ പരിശോധന നടത്തി. ഫ്ളാറ്റിലെ മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ലെന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ അലക്ഷ്യമായി തള്ളുന്നതായും അന്ന് കണ്ടെത്തി. എന്നാൽ 9 വർഷം പിന്നിടുമ്പോഴും സ്ഥിതിഗതികളിൽ കാര്യമായ മാറ്റമൊന്നുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളൊരു 15 വർഷം മുമ്പ് വരെയും വളരെ ഭംഗിയായിട്ട് നല്ല ഗ്രാമ അന്തരീക്ഷത്തിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഞങ്ങളെല്ലാവരും. ഒരു 15 വർഷമായിട്ടാണ് കെന്റ് ഫ്ലാറ്റൊക്കെ ഇവിടെ വന്നത്. അതിനുശേഷം അതൊരു ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല. ഒരു 465ഓളം വീടുകളുള്ളതിൽ ഒരു 10-20 വീട്ടിലാണ് ആളുണ്ടായിരുന്നത്. കെന്റ് ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൂടി കോവിഡ് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലും ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് കഴിഞ്ഞപ്പോൾ 2-3-4 വർഷമായിട്ട് ഇവിടെ ഈ 465 ഫ്ലാറ്റും ഫുള്ളെന്ന് മാത്രമല്ല, അതിനകത്ത് 100 പേരായിരിക്കും ശരിക്കും ഫാമിലി താമസിക്കുന്നത്. ബാക്കിയെല്ലാം ഇവർ റെൻറ്റിന് കൊടുത്തിട്ട് ഒരു മില്ലി എന്ന് പറഞ്ഞ സെക്രട്ടറി ഉണ്ട്. അവർ ഓണേഴ്സ് എല്ലാം NRIs ഒക്കെയാണ്. അവരുടെ എല്ലാം കയ്യിൽ നിന്ന് ഇവരെടുത്ത് ഒരേ ഫ്ലാറ്റിലും 10-20 പേരെ താമസിപ്പിച്ചുകൊണ്ട് റെൻറ്റിന് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1000 ഫ്ലാറ്റിൽ താമസിക്കാനുള്ള ആളുകൾ ഈ 425 താമസിക്കേണ്ടി ശരിക്കും. അവരെല്ലാം വേസ്റ്റ് വെള്ളമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇങ്ങോട്ട്. സേഫ്റ്റി ടാങ്ക്, ഒറിജിനൽ സേഫ്റ്റി ടാങ്ക് വേസ്റ്റ്. അവർക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല. അവർ ഈ പഞ്ചായത്തിൽ പണ്ട് ഇത് എടുത്തപ്പോൾ ഒരു ബിൽഡിങ്ങിനാണ് പെർമിഷൻ എടുത്തത്. അതിനുള്ള ചെറിയൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്തിട്ട് ഒരെണ്ണത്തിന് 80 പേരുള്ള ഒരെണ്ണം, വീണ്ടും അവർ 5 എണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടായി. ഇപ്പോൾ 6 എണ്ണം. അങ്ങനെ ആയി കിട്ടുന്ന പാർട്ട് 6 എണ്ണത്തിൽ 8 എണ്ണം വെച്ച് 80 വെച്ച്, ഒരെണ്ണത്തിൽ 80 വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ആ 480ഓളം ഫ്ലാറ്റാണ് ഇതുള്ളത്. അപ്പോൾ അതിനകത്ത് മുഴുവൻ വേസ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങോട്ട് തുറന്നു വിടുക. കക്കൂസ് വേസ്റ്റ് അങ്ങനെ തന്നെ. ചുമ്മാ ഈ കരിങ്കൽ കെട്ട് കണ്ടോ, ചുമ്മാ ഇതിനകത്തുണ്ട്. ഇപ്പൊ കണ്ടോ, ഇപ്പൊ രാവിലെ 10 മണി വരേക്കും ഇവിടെ ഫുള്ളായിരുന്നു വെള്ളം. ഒരു കളക്ടർ സ്ഥലം സന്ദർശിക്കണം പറഞ്ഞുകൊണ്ട് 10 മണിയായപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു വെള്ളം വരെ. ഇനി അവർ രാത്രി ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഇതേ ഫ്ലോയിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് വിടും. എല്ലാവരും കണ്ടാൽ തന്നെ അറിയാം ഇവിടെ കെട്ടിക്കെടുത്ത് ഒരു 4-5 അടി താഴ്ചയിൽ ഒരു 30 സെന്റ് സ്ഥലം നിറയെ കെട്ടിക്കെടുക്കുകയാണ്. ഇത് കെട്ടിയത് പുത്തൻകുരിശ് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറം കാണുന്നത് കുന്നത്തനാട് പഞ്ചായത്താണ്. ഇപ്പോൾ ഈ വെള്ളം നേരെ ഇവിടെ നിന്ന് ഒഴുകിയിട്ട് ഈ പാടത്തേക്ക് ചെന്നിട്ട് തോടുണ്ട്. ഈ തോട് വഴി ചെന്ന് ഇപ്പോൾ 2 പഞ്ചായത്തിലെയും എല്ലാ കെൻറ്റുകളും പണ്ടുള്ള തൊട്ട് പാടത്തിൻ്റെ സൈഡിലേക്ക് ആണ് എല്ലാവരെയും കെൻറ്റുകൾ നിൽക്കുന്നത്. ഈ വെള്ളം എല്ലാം ചെന്നിട്ട് ഇപ്പോൾ ഒരു 50 പേർക്കും ഇവിടെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്. ഈ എല്ലാവരെയും കെൻറ്റിലെ വെള്ളം, ഞങ്ങൾ കുറേ കെൻറ്റിലെ വെള്ളം ടെസ്റ്റ് ചെയ്തു, ഒരു വെള്ളവും കുടിക്കാൻ പറ്റില്ല. കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം 1500ഒക്കെയാണെന്ന് പറഞ്ഞത്, 0 ആവേണ്ടത്. ഇപ്പം ഞങ്ങൾക്കിവിടെ കൊതുകായിട്ടും കുടിക്കാൻ വെള്ളമില്ലാതെയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ 2 പഞ്ചായത്തിലും ഈ 2 വാർഡിലുള്ള ആളുകൾ, കുന്നത്തനാട് പഞ്ചായത്തിലും പുത്തൻകുരിശ് പഞ്ചായത്തിലും. 6 ടവറുകളുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നും പ്രതിദിനം ഉദ്ദേശം 2.25 ലക്ഷം ലിറ്റർ മലിനജലമാണ് ഉണ്ടാകുന്നത്. നിലവിലെ പ്ലാന്റിന് ഇത്രയും അളവ് മലിനജലം സംസ്കരിക്കാനുള്ള ശേഷിയില്ലെന്നാണ് പ്രധാന ആരോപണം. ഇതുമൂലം ശുചിമതി മാലിന്യം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ്. ഒരു ടവറിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചുകൊണ്ടാണ് ഒരു ടവർ പണിതത്.
ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചുകൊണ്ട് അവർ 6 ടവറാണ് പണിതത്. 6 ടവർ പണിതപ്പോൾ ഈ 6 ടവറിലും താമസിക്കുന്ന ഫാമിലിയായി താമസിക്കുകയാണെങ്കിൽ ഇത്രയും വിഷയം വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഈ 6 ടവറിൽ 480 ഫാമിലിക്ക് താമസിക്കാം. അതിൽ 110 പേരാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 300 ചില്ലാനും വീട് ഫാമിലികൾ ഇത് വാടകയ്ക്ക് കൊടുത്തേക്കുക. അത് വാടകയ്ക്ക് മൊത്തത്തിൽ ഇവിടുത്തെ സെക്രട്ടറിയായ മിലിക്ക് കൊടുത്തേക്കാണ്. മിലി ഇത് ഏജൻസി വഴി ഈ ഇവിടെ ഉള്ള തൊഴിലാളികൾക്കും ഈ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാൻ വരുന്നവരും ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവരും കോളേജിൽ പഠിക്കാൻ വരുന്ന ഈ കുട്ടികൾ സഹിതം എല്ലാവർക്കും ഒരു വീട്ടിൽ 15ഉം 20ഓളം പേരെ വെച്ച് കയറ്റി താമസിപ്പിച്ചേക്കുക. അപ്പോൾ ഈ 300 ചില്ലാൻ വീടുകളിലും ഈ 20 പേര് വെച്ചാൽ താമസിക്കണം ഒരു വീട്ടിൽ. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതിനുള്ളില്ല. അപ്പോൾ ഇവിടെ ഓവർ സെപ്റ്റി ടാങ്ക് മാലിന്യം വരുന്നത് നിയന്ത്രിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റോ കാര്യങ്ങളോ ഇല്ലാതെ വരുമ്പോൾ ഇവർക്ക് ഓരോ ദിവസം രാത്രിയായിട്ടും പകലായിട്ടും പുറത്തേക്ക് ഇത് തള്ളിവിടണം. ഞാൻ കുന്നത്തനാടിലെ മുൻ പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ വാർഡ് ഈ കൈത്തോടിനപ്പുറത്താണ്. പക്ഷേ അങ്ങോട്ടൊക്കെ വ്യാപിച്ച് അവിടെയൊക്കെ കിണറുകളിലെ വെള്ളം മോശമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. ഇവിടെയുള്ള 2 ഡിവിഷനിലെ ആശാ വർക്കർമാരോട് ചോദിച്ചാൽ അറിയാം. മഞ്ഞപ്പിത്തങ്ങൾ പടർന്നു പിടിക്കുന്നു, രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. കിണറുകളിലെ ഇതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വെള്ളങ്ങളെല്ലാം മോശമായേക്കണ്. 300 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ അടിച്ചപ്പോൾ ആ വെള്ളവും മോശമായേക്കണ്. ഈ ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇത് ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് സെപ്റ്റി ടാങ്ക് മാലിന്യമാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇത് അറുതി വരുത്തണം. ഞങ്ങൾ ഈ സമരം നിസ്സാരമായിക്കാണല്ലോ. ഞങ്ങൾ 2 കൈയും വിട്ടുള്ള കളിയാണ്. വർഷം പിടിച്ചിരിക്കുന്നു. വേനക്ക് തുടങ്ങിയ ഞങ്ങളുടെ സമരം വർഷം പിടിച്ചപ്പോൾ ഇത് കൈത്തോടുകളിലേക്കും കിണറിലേക്കും വ്യാപിക്കും. ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ സമരത്തിൻ്റെ ഗതിയും രൂപമൊക്കെ ഞങ്ങൾ മാറ്റും. കിണറുകളും പാടങ്ങളുമെല്ലാം മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായി. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലെന്നും നാട്ടുകാർ പറയുന്നു. താഴത്തേക്കുള്ള കിണറെല്ലാം മോശമായി കിടക്കാം. അപ്പോൾ കേസ് കണക്കണം എന്നുള്ള രീതിയിൽ അവർ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അടുത്ത് ഇതിൻ്റെ ഇത്ര സീരിയസ്നെസ് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴുകി നേരെ പാടത്ത് നിന്ന് വേറൊരു പഞ്ചായത്തും കൂടി ഉൾപ്പെട്ടതോടെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. ഇതുവരെ നിങ്ങളെ ആരും ഇത് കാണാതെ ഇട്ടിരുന്നതോ ഇവിടെ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന അപ്പുറം സൈഡിൽ കൂടി ആയിരുന്നു. അത് അപ്പുറം സൈഡിൽ കൂടി ഒഴുകി നേരെ താഴത്തേക്ക് റോഡിൻ്റെ സൈഡ് വഴി നേരെ താഴത്തേക്ക് ഒഴുകി ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ആ സൈഡ് അങ്ങ് ക്ലോസ് ചെയ്തതോടുകൂടി പിന്നെ ഈ സൈഡിലേക്കായി കംപ്ലീറ്റ് ഒഴുക്കി വിടണം. പിന്നെ ഇതിങ്ങനെ മെയിനായിട്ടുള്ള ഇപ്പോൾ ഈ പറമ്പുകാരനും ഈ താഴത്തെ പറമ്പുകാരനാണ് കേസ് കൊടുത്തേച്ചത്. ഇത് ഒഴുകി നേരെ താഴത്തേക്ക് ചെന്നതോടുകൂടിയാണ് ഇപ്പം എല്ലാവരും കൂടി ഇടപെട്ട് ഇത്രയും ഇതിലേക്ക് വന്നേക്കണം. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് രാത്രിയൊക്കെ കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യവും കുടിവെള്ളവും മോശമായി, എല്ലാം മോശമായി. ഇവരിത് പഞ്ചായത്തിൽ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവർ പഞ്ചായത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ ധിക്കാരപരമായാണ് ഇതിൽ കൂടെ ഈ മാലിന്യം ഒഴുക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നല്ല, ഇത് നല്ല 5ൻ്റെ മോട്ടറിന് വെള്ളം വരുമ്പോഴാണ് മാലിന്യം അവർ ഇതിൽ ഒഴുക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് ഈ 1-ാം വാർഡിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. കൊതുകിൻ്റെ ശല്യവും അതുതന്നെയുള്ള ഈ മാറാ രോഗങ്ങളായിട്ട് എല്ലാവർക്കും പിടിപെട്ടിരിക്കുകയാണ്. അവരിപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് ലൈൻ വഴി നമുക്ക് കടമ്പരാറിലേക്ക് വിടാമെന്നാണ് അവർ പറയുന്നത്. എന്നാലും അവർ ട്രീറ്റ്മെൻറ്റ് പണിയണമെന്ന് അവർക്കൊരു ഉദ്ദേശമില്ല. അവർക്ക് എങ്ങനെയും കാശുണ്ടാക്കണമെന്ന് ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. കളക്ടറും അത് തന്നെ പറഞ്ഞത്, പൈപ്പിട്ട് വെള്ളം കടമ്പരാറിലേക്ക് വിടാമെന്നാണ് മറ്റേ കളക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. എന്നാലും അവർക്ക് പ്ലാന്റ് പണിയണമെന്ന് ഒരു ഉദ്ദേശമില്ല. അപ്പോൾ ഇതിനു വേണ്ടി ശക്തമായൊരു സമരമായിട്ട് ഞങ്ങൾ ഇനി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വർഷങ്ങളായി ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു കാര്യങ്ങൾ വിലയിരുത്തി. ഇനി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറും. അടിയന്തരമായി ജനജീവിതത്തിന് ഭീഷണിയാകുന്ന ഈ വിഷയത്തിൽ അധികാരികൾ എന്തെങ്കിലും നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.